ജൂൺ 9 തിങ്കളാഴ്ച. യോഹന്നാൻ 19:25 മുതൽ 34 വരെ വാക്യങ്ങൾ. പെന്തക്കോസ്ത തിരുനാളിന് ശേഷമുള്ള തിങ്കളാഴ്ച സഭ പരിശുദ്ധ അമ്മയായ മറിയത്തെ സഭയുടെ അമ്മയായി ആഘോഷിക്കുന്നു. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപിച്ച ഈ തിരുനാൾ നമ്മുടെ കാലഘട്ടത്തിന് വളരെ അനുയോജ്യമാണെന്ന് തോന്നുന്നു. നമ്മുടെ ലോകം, നമ്മുടെ രാജ്യം, നമ്മുടെ സഭ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഹൃദയങ്ങൾ, ഇവയുടെ സ്ഥിതി വളരെ നിരുത്സാഹപ്പെടുത്തുന്നതും പ്രത്യാശയുടെ അടയാളങ്ങൾക്കായി തിരയാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതുമാണ്. നമുക്ക് മാതൃപരിചരണം വളരെ ആവശ്യമാണ്. അത് സഭയുടെ അമ്മയായ മറിയത്തിൽ നാം കണ്ടെത്തുന്നു. പരിശുദ്ധാത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി അവരെ സുവിശേഷത്തിൻ്റെ ധീരസാക്ഷികളാക്കി. മനുഷ്യവർഗം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന സുവിശേഷത്തിലേക്ക് രൂപാന്തരപ്പെടുത്തിയ സഭയുടെ ജന്മദിനമായ പെന്തക്കോസ്ത നാം ആഘോഷിച്ചു. ദൈവം കഷ്ടപ്പെടുന്ന മനുഷ്യവർഗത്തിലേക്ക് പ്രവേശിച്ച് അത് സ്വയം ഏറ്റെടുത്തുകൊണ്ട് കുരിശിലെ മരണത്തിൻ്റെ തിന്മയിൽ നിന്ന് നമ്മുടെ രക്ഷയുടെ നന്മ കൊണ്ടുവന്നു. പാപത്തിനും മരണത്തിനും ഇനി അവസാന വാക്കില്ല. ദൈവത്തിൻ്റെ രൂപകൽപ്പനയാൽ മറിയം അവൻ്റെ രക്ഷാപദ്ധതിയുടെ കേന്ദ്രബിന്ദുവാണ്. അവൻ്റെ ക്ഷണത്തോടുള്ള അവളുടെ എളിമയുടെ സമ്മതത്താൽ മറിയം അവൻ്റെ പുത്രൻ്റെ അമ്മയായി. പക്ഷേ യേശുനാഥൻ അവളെ തനിക്കായി സൂക്ഷിക്കാൻ മാത്രം തയ്യാറായില്ല. കുരിശിൻ്റെ ചുവട്ടിൽ അവൻ്റെ ക്ഷണപ്രകാരം അവൾ എല്ലാ ശിഷ്യന്മാരുടെയും അമ്മയായി. മറിയം തൻ്റെ ദൗത്യം ഹൃദയത്തിലെടുത്തു. സഭയുടെ അമ്മയായ മറിയത്തിൻ്റെ ഈ തിരുനാളിനുള്ള കുർബാനയുടെ പ്രവേശന ഗണിതത്തിൽ പറയുന്നത്, നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെ തുടർന്ന് അവൾ മറ്റു ശിഷ്യന്മാരോടൊപ്പം പ്രാർത്ഥനയിൽ ഒത്തുകൂടി പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തിനായി സ്വർഗത്തോട് അപേക്ഷിച്ചു എന്നാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാൽ മറിയം സഭയുടെ ജനനത്തിനും വളർച്ചയ്ക്കും നിർണായകമായി. തൻ്റെ സാന്നിധ്യവും പ്രാർത്ഥനയും കൊണ്ട് അവൾ ആദ്യ ശിഷ്യന്മാരെ പിന്തുണച്ചതുപോലെ ഇപ്പോൾ നമ്മെയും പിന്തുണയ്ക്കുന്നു. സുവിശേഷങ്ങളിൽ മറിയത്തിൻ്റെ മാതൃത്വപരമായ മധ്യസ്ഥതയും അവളുടെ കാരുണ്യവും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാനായിൽ മറിയം ഒരു ആവശ്യം കാണുകയും നമ്മുടെ കർത്താവിൻ്റെ ദിവ്യത്വത്തിൻ്റെ ആദ്യ പരസ്യ പ്രകടനത്തിന് സഹായകമാവുകയും ചെയ്തു. നമ്മുടെ അമ്മയായ മറിയം നമ്മുടെ ആവശ്യങ്ങൾ കാണുകയും അറിയുകയും ചെയ്യുന്നു. നമുക്കുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി അവൾ കർത്താവിനോട് അപേക്ഷിക്കുന്നത് ഒരിക്കലും നിർത്തുകയില്ല. കുരിശിൻ്റെ ചുവട്ടിൽ എല്ലാ ശിഷ്യന്മാരുടെ അമ്മയായി മറിയം തൻ്റെ ദൗത്യം സ്വീകരിക്കുന്നതും നമുക്ക് കാണാം. നമ്മുടെ അമ്മയായ മറിയത്തോട് നമുക്ക് യഥാർത്ഥ അനുകമ്പയുണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടായിരിക്കാം. നമ്മൾ കഷ്ടപ്പെടുന്നത് നോക്കി അവൾ വെറുതെ നിൽക്കുന്നില്ല. നമ്മോടൊപ്പം നമ്മുടെ കിടങ്ങുകളിൽ മറിയമുണ്ട്. കുരിശിലെ തൻ്റെ പുത്രൻ്റെ ഹൃദയവുമായി അവളുടെ ഹൃദയം ഐക്യപ്പെട്ടതുപോലെ നമ്മുടെ കഷ്ടപ്പാടുകളിൽ അവളുടെ ഹൃദയം നമ്മിൽ ഓരോരുത്തരുമായും ഐക്യപ്പെട്ടിരിക്കുന്നു. അവളുടെ ഹൃദയം നമ്മുടെ വേദനയാൽ വേദനിക്കുന്നു. നമ്മുടെ കുരിശ് വഹിച്ചുകൊണ്ട് അവൻ എല്ലാത്തിൽ നിന്നും നന്മ കൊണ്ടുവരുമെന്ന് വിശ്വസിച്ച് നമ്മുടെ കർത്താവിനെ പിന്തുടരാൻ
മറിയം ധൈര്യവും ശക്തിയും നൽകുന്നു. പ്രിയപ്പെട്ടവരെ, മറിയത്തോടൊപ്പം നമുക്ക് വിശ്വാസത്തിൽ നടക്കാനും യേശുവിൽ നമ്മുടെ കണ്ണുകൾ ഉറപ്പിക്കാനും കഴിയും. സഭയുടെ അമ്മയായ മറിയമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.